ഒരിപ്പിൽ വായിച്ചു തീർത്ത ഒരു പുസ്തകമാണ് ഇന്നസെന്റ് എഴുതിയ ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം. പുസ്തകത്തെക്കുറിച്ച് സാറാ ജോസഫ് ഇപ്രകാരം എഴുതി: തനിക്കു തരാത്തത് ജീവിതത്തിൽ നിന്ന് പിടിച്ചു വാങ്ങുമെന്ന് ഇന്നസെന്റ് കാണിച്ചു തന്നു. പ്രതീക്ഷയാണ് ഈ പുസ്തകത്തിന്റെ സന്ദേശം. ജീവിതത്തിൽ അനുഭവിച്ച വേദനയെ, സഹനത്തെ, രോഗാവസ്ഥയെ നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കുവാൻ ഇന്നസെന്റ് എന്ന എഴുത്തുകാരന് സാധിച്ചു. നിരാശരാകുമ്പോഴല്ല, നേരിടുമ്പോഴാണ് മഹാരോഗങ്ങളെയും ജീവിത ദുരിതങ്ങളെയും മറികടക്കാൻ സാധിക്കുന്നതെന്ന് ഇന്നസെന്റ് നമ്മോട് പറയുന്നു. നേരിടുവാനുള്ള കരുത്ത് നമുക്കുണ്ടാകണം. ജീവിത പ്രശ്നങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നവർക്ക് പ്രചോദനമേകുന്ന ഒരു പുസ്തകം തന്നെയാണ് ഇന്നസെന്റിന്റെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം. ഒപ്പം ചേർത്ത് വെച്ച് വായിക്കാവുന്ന മറ്റൊരു പുസ്തകമാണ് ഡോക്ടർ ഗംഗാധരന്റെ അനുഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് KS അനിയൻ എഴുതിയ ജീവിതമെന്ന അത്ഭുതം എന്ന പുസ്തകവും. രണ്ടും വായിച്ചു കഴിയുമ്പോൾ ഒരു വെളിച്ചമുണ്ടാകും. പുസ്തകം നമുക്ക് നൽകുന്ന ഒരു വെളിച്ചം, പ്രചോദനമേകുന്ന ഒരു വെളിച്ചം. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികളെ ആത്മവിശ്വാസത്തോടെ നേരിടുവാനുള്ള കരുത്ത് നമുക്കുണ്ടാകട്ടെ. ഇതും കടന്നു പോകും. ആരെങ്കിലുമൊക്കെ ആയിത്തീരുക എന്നുള്ളത് വലിയ കാര്യമാണ്. മറ്റുള്ളവർക്ക് അഭയമാകുക എന്നുള്ളതും വലിയ കാര്യമാണ്. ഇന്നലെ തൊടുപുഴയിലുള്ള മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിൽ സന്ദർശിച്ചു. അവിടെ പോയി അവിടുത്തെ എൻ്റെ പ്രിയ ചങ്ങാതി ജോഷി ബ്രദറിനെ കണ്ടു. ഒപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ സ്നേഹ ചേച്ചിയെയും. രണ്ടുപേരും കൂടി 203 കുട്ടികൾക്ക് അച്ഛനും അമ്മയുമായി അവരെ സംരക്ഷിച്ചു പോരുന്നു. വളരെ മനോഹരമായ രീതിയിൽ അഭയമൊരുക്കി കരുത്തും കരുതലുമേകി അവരെ വളർത്തുന്നു. അതിലെത്രയോ കുട്ടികൾ ഇപ്പോൾ വിദേശത്ത് പഠിക്കുന്നുണ്ട്. എത്രയോ പേർ മറ്റ് അവരുടെ സ്വപ്നങ്ങളിലേക്ക് യാത്ര തുടരുന്നുണ്ട്. ഏറെ വിനയത്തോടെ, പുഞ്ചിരിയോടെ അദ്ദേഹം പറയും, ഇത് ദൈവനിയോഗം എന്ന്. അതെ, ദൈവനിയോഗം മാത്രമല്ല, ദൈവത്തെ പോലെ ചിലരൊക്കെയുണ്ട് നമുക്കിടയിൽ. അങ്ങനെയുള്ള ചിലർ ഉള്ളതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പോലും നമ്മുടെ നാടിനെ വിശേഷിപ്പിക്കുന്നത്. ജോഷി ബ്രദറും സ്നേഹ ചേച്ചിയും 203ഓളം കുട്ടികൾക്ക് അഭയമേകുമ്പോൾ അതൊരു മാതൃകയാണ്. ദൈവങ്ങൾ ജീവിക്കുന്ന നാടാകട്ടെ നമ്മുടെ നാട്. നമ്മിലുള്ള ദൈവാംശത്തെ പുറത്തേക്ക് കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കട്ടെ. ബോബിയച്ചൻ പുലർവട്ടത്തിലൂടെ പങ്കുവയ്ക്കുന്ന മനോഹരമായ ഒരു ചിന്തയുണ്ട്. എനിക്കൊരു കല്ലായാൽ മതി, നദി വീണ്ടെടുത്ത സുന്ദരമായ ഉരുളൻകല്ല്. എത്ര സുന്ദരമായ ആശയമാണ്, ചിന്തയാണ്. നദി വീണ്ടെടുത്ത ശുദ്ധമായ സുന്ദരമായ ഉരുളൻകല്ല്. എത്രയെത്ര ഒഴുക്കുകളെ ആ കല്ല് അതിജീവിച്ചിട്ടുണ്ട്, എത്രയെത്ര പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടുണ്ട്. പക്ഷെ പരുക്കനായ ആ കല്ലിനെ, ആ ഒഴുക്കും പ്രതിസന്ധികളുമൊക്കെ സുന്ദരമായ ഒരു രൂപമാക്കി മാറ്റിയെടുത്തെങ്കിൽ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ആ കല്ല് ഒരു പ്രതീക്ഷയല്ലേ? എല്ലാം കടന്നു പോകും, ശുദ്ധമായ സുന്ദരമായ നല്ല നാളുകൾ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഓരോ മനുഷ്യനെയും ചിന്തിപ്പിക്കുവാൻ കരുത്തുള്ള പ്രചോദനാത്മകമായ ഒരു വസ്തു. അതെ, നമ്മളും അങ്ങനെ തന്നെയാകും. ശുദ്ധമായ സുന്ദരമായ നദി വീണ്ടെടുത്ത കല്ല്. ഏത് പ്രതിസന്ധിയും നമുക്ക് അതിജീവിക്കാൻ പറ്റും. എത്ര ശക്തമായ ഒഴുക്കുകളും നമുക്ക് അതിജീവിക്കാൻ പറ്റും. പവിത്രമായ ചിലതിനെയൊക്കെ ചേർത്ത് വയ്ക്കുവാനും വിലക്കപ്പെട്ടതും നിഷിദ്ധവുമായ ചിലതിനെയൊക്കെ മാറ്റി നിർത്തുവാനും നാം തീരുമാനിക്കുന്നിടത്ത് ജീവിതമേറെ സുന്ദരമാകും. ജീവിതത്തിന്റെ ഒരു യഥാർത്ഥ ലഹരി ആസ്വദിക്കുവാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. ജീവിതമേറെ സുന്ദരമാണ്. ലഹരിയായി ചേർത്ത് വയ്ക്കേണ്ട ചിലതൊക്കെയുണ്ട്. ജീവിതത്തിന്റെ ഓരോരോ അനുഭവങ്ങളെ ലഹരി പോലെ ചേർത്ത് വയ്ക്കുവാൻ, ആസ്വദിക്കുവാൻ നാം തയ്യാറായിട്ടുണ്ടെങ്കിൽ എത്ര സുന്ദരമാകും ഈ ജീവിതം. വായനയെ, സൗഹൃദത്തെ, സ്നേഹത്തെ,
യാത്രകളെ എല്ലാം ലഹരിയാക്കി മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, സ്വറപറച്ചിലുകൾക്കിടയിലെ ചില വഴക്കുകൾ പോലും ലഹരിയായി മാറിയിട്ടുണ്ടെങ്കിൽ, സൗഹൃദങ്ങൾക്കിടയിലെ ചില പിണക്കങ്ങളും ഇണക്കങ്ങളും ലഹരിയാക്കി മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ, ഒരുപാട് പൊട്ടിച്ചിരികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ചിരിക്കേണ്ട സമയത്ത് ചിരിക്കുവാനും കരയേണ്ട സമയത്ത് കരയുവാനും ചിലതൊക്കെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നിടത്താണ് ജീവിതം അർത്ഥമുള്ളതാവുന്നത്, ജീവിതമേറെ സുന്ദരമാകുന്നത്. അതെ, നമ്മുടെ ജീവിതം ഏറെ സുന്ദരമാണ്, അർത്ഥമുള്ളതാണ്. ദാനമായി കിട്ടിയ ഈ ജീവിതം ചുമ്മാ കളയരുത്, അതങ്ങനെ ആസ്വദിക്കണം, ആഘോഷിക്കണം. ജോസഫ് അന്നൻകുട്ടി ജോസിന്റെ ഏറ്റവും പുതിയ പുസ്തകങ്ങളിൽ ഒന്നാണ് ആരും കാണാത്ത യുദ്ധങ്ങൾ എന്നത്. ആ പേര് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കാരണം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ആരും കാണാതെ ചിലരൊക്കെ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചിലർ തയ്യാറാകുന്നിടത്താണ് നമ്മുടെ മുഖത്തൊക്കെ പുഞ്ചിരി വിരിയുന്നത്. നമുക്ക് വേണ്ടി പോരാടാനും സഹനങ്ങൾ ഏറ്റെടുക്കാനും വേദന സഹിക്കാനും ഒക്കെ ചിലരൊക്കെ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളറിയാതെ നമുക്ക് വേണ്ടി പടപൊരുതാൻ ചിലരൊക്കെ തയ്യാറാകുന്നിടത്താണ് നമ്മുടെ വിജയവും നമ്മുടെ സന്തോഷവും നമ്മുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയും ഉണ്ടാകുന്നത്. പക്ഷേ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലെങ്കിലും ഒറ്റയ്ക്ക് പോരാടേണ്ടതായിട്ട് വരും. നമ്മുടെ ഉൾക്കരുത്ത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പോരാട്ടം. അവിടെ നാം വെട്ടുന്ന വഴിയിലൂടെയായിരിക്കും ഒരുപക്ഷെ നാം യാത്ര ചെയ്യുക. അതെ, ചിലപ്പോഴെങ്കിലും നമ്മുടെ യുദ്ധവും വിജയിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് വേണ്ടി നാം പോരാളിയായി മാറുന്ന, നാം തന്നെ ഇറങ്ങിത്തിരിക്കുന്ന ചില അനുഭവങ്ങൾ. പോരാടാനും നമുക്ക് വേണ്ടി പോരാടുന്നവരെ തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കട്ടെ. ഫുട്ബോളിന്റെ ആവേശവും ആകാംക്ഷയും അതിന്റെ പൂർണ്ണതയിൽ സമ്മാനിച്ച അർജന്റീന കേപ്പ് വെർദെ പോരാട്ടം. കേപ്പ് വെർദെ ഇന്ന് ലോകത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാജ്യമായി മാറി. രാജ്യം എത്ര ചെറുതാണെങ്കിലും വലിയ സ്വപ്നങ്ങൾ കാണാൻ അവർ ലോകത്തെ തന്നെ പ്രേരിപ്പിച്ചു. അതെ, കേപ്പ് വെർദെ എന്ന 5 ലക്ഷത്തിൽ പരം ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു ചെറിയ രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ അവർക്ക് സാധിച്ചെങ്കിൽ അതിനു പിന്നിൽ നിരന്തരമായ പരിശ്രമവും കൂട്ടായ്മയുടെ കരുത്തുമുണ്ട്. പരാജയത്തോടെ ഫുട്ബോൾ ലോകത്തേക്ക് കടന്നു വന്നവരാണ് കേപ്പ് വെർദെ. ഈ ലോകകപ്പിൽ സമനിലയുടെ കരുത്താണ് അവരുടെ യാത്രയ്ക്ക് കൂട്ടായിരുന്നത്. വലിയ ടീമുകളെപ്പോലും സമനിലയിൽ തളച്ചിടുവാൻ അവർക്ക് സാധിച്ചു. അവർ കണ്ട വലിയ സ്വപ്നം കാണുക മാത്രമല്ല, ആ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. അവരെ തന്നെ വിട്ടു നൽകി. കേപ്പ് വെർദെ നമുക്കൊരു പ്രചോദനമാണ്. സ്വപ്നങ്ങൾ കാണാം, വലിയ സ്വപ്നങ്ങൾ കാണാം. ആ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ പ്രതിസന്ധികൾ ഒരുപാടുണ്ടാകാം. പക്ഷേ സ്വപ്നത്തിന്റെ തിളക്കം, സ്വപ്നത്തിന്റെ നിറം കുറയരുത്, കെടരുത്, കെട്ടുപോകരുത്. പോരാടി വിജയത്തിലേക്ക് കുതിക്കുവാൻ നമുക്ക് സാധിക്കും. ഓരോ മനുഷ്യരിലും ഒരു കലാകാരൻ, കലാകാരി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ജീവിക്കുന്നതിന്റെ കല അഭ്യസിക്കണം എന്ന് മാത്രം. ജീവിതത്തിലെ ഓരോ ദിനവും നാം പിന്നിടുമ്പോൾ, ഓരോ ദിവസവും ആ ദിവസമാകുന്ന വേദിയെ നാം നമ്മുടെ പ്രകടനം കൊണ്ട് അനശ്വരമാക്കുന്നു. ആ ഒരു പെർഫോമൻസിന് ശേഷം ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു ഈ ദിനത്തിൽ നമ്മുടെ പെർഫോമൻസ്? സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, കരുണയുടെ, കരുതലിന്റെ, കരുത്തു പകരുന്നതിന്റെയൊക്കെ അനുഭവങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നു ഈ ദിനം? ഓരോ ദിവസവും തുടങ്ങുമ്പോൾ ചില പ്ലാനിംഗ് ഒക്കെ വേണം. ഈ ദിവസം എങ്ങനെയാകണം? ആ ദിവസം അവസാനിക്കുമ്പോൾ ഒരു വിലയിരുത്തലും വേണം. ഞാൻ എങ്ങനെയായിരുന്നു ഈ ദിനം? അങ്ങനെ കടന്നു പോകുമ്പോൾ ജീവിക്കുന്നതിന്റെ കല നാം അഭ്യസിക്കും. ചില മെച്ചപ്പെടുത്തലുകൾ നടത്തും. വേണ്ട പ്ലാനിംഗ് വളരെ ഭംഗിയായി നടത്തും. അതെ, ജീവിക്കുന്നതും ഒരു കലയാണ്. ജീവിതമാകുന്ന കലയെ അതിന്റെ പൂർണ്ണതയിൽ അഭ്യസിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ, അവതരിപ്പിക്കുവാനും സാധിക്കട്ടെ.
ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രചോദനമേകി വെളിച്ചമേകി കടന്നു പോകുന്നവരുണ്ടാകും. ഒരുപക്ഷെ അവരറിയാതെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചമായി മാറുന്നു, വഴിതെളിച്ചു കൊടുക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരുപാട് പേരെ കാണുവാൻ സാധിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വഴിവിളക്കായി, വഴികാട്ടിയായി, പ്രചോദനമായി മാറിയവരെ ഓർത്തെടുക്കാനുള്ള ഒരു ദിനമായി മാറട്ടെ. ഒപ്പം ഒന്ന് വിലയിരുത്താൻ കൂടി ഈ ദിനത്തെ ഉപയോഗപ്പെടുത്താം. നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നാം ആർക്കൊക്കെ പ്രചോദനമായി മാറിയിട്ടുണ്ട്, നാം ആർക്കൊക്കെ വഴികാട്ടിയായി മാറിയിട്ടുണ്ട്, നമ്മുടെ പിന്നാലെ വരുന്നവർക്ക് നാം എത്രത്തോളം വഴി തെളിച്ച് കൊടുത്തിട്ടുണ്ട്. ജീവിതമാകുന്ന ഈ യാത്രയിൽ വെളിച്ചമായി, വെളിച്ചമേകി കടന്നു പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം, നമ്മുടെ കഴിവുകളാകുന്ന വെളിച്ചത്തെ കണ്ടെത്തുവാനും നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട്, ഒരുക്കുന്ന അനുഭവങ്ങൾ കൊണ്ട് പ്രചോദനമായി, പ്രചോദനമേകി കടന്നു പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഫാദർ ജോസഫ് കുമ്പക്കൽ എഴുതിയ ഡിജിറ്റൽ വെൽനസ് എന്ന പുസ്തകം. അതിന്റെ ആമുഖമായിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. മാമ്പഴം എന്ന കവിതയിൽ മാമ്പഴം പെറുക്കാൻ വരാത്ത കുഞ്ഞിനെ ഓർത്ത് വിലപിക്കുന്ന അമ്മയെ കാണുവാൻ സാധിക്കും. നഷ്ടപ്പെട്ട കുഞ്ഞിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മ. മാമ്പഴം പെറുക്കാൻ വരാത്തതിന് പിന്നിലെ നഷ്ടബോധം ആ അമ്മയെ തളർത്തുന്നുണ്ട്. അച്ചരിതമായി കൂട്ടിച്ചേർക്കുന്ന വാക്യങ്ങൾ ഇങ്ങനെയാണ്: ഇന്നത്തെ കാലത്ത് മാമ്പഴം പെറുക്കുവാനും, പൂമ്പാറ്റകളെ കാണുവാനും, തൊടിയിലേക്ക് ഇറങ്ങി നടക്കുവാനും, പാടത്തും പറമ്പിലും പുഴയിലും കുളത്തിലുമൊക്കെ നീന്തിയും കുളിച്ചും നടന്നുമൊക്കെ ചെലവഴിക്കുവാൻ നമ്മുടെ കുട്ടികളെ കാണാറില്ല എന്ന് തന്നെ. പലപ്പോഴും വിദ്യാലയങ്ങളൊക്കെ പുതിയ കാലഘട്ടത്തിൽ അതിന് വേദിയൊരുക്കുന്നുണ്ട്, പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി. പക്ഷെ ജീവിതാനുഭവങ്ങളുടെ ഭാഗമായി അവയൊക്കെ അകലെ നിൽക്കുന്നു എന്ന് സംശയമുണ്ട്. അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. സ്ക്രീനിന്റെ റീലുകൾക്കപ്പുറം റിയൽ ലൈഫ് ഉണ്ട് എന്ന ഒരു തിരിച്ചറിവോടെ ഒന്ന് പാടത്തും പറമ്പിലും നമ്മുടെ നാട്ടിലെ ഇടവഴികളിലൂടെയുമൊക്കെ ഒന്ന് നടന്ന് ഈ പ്രകൃതിയെ കാണുവാൻ, കേൾക്കേണ്ട സംഗീതം ആസ്വദിക്കുവാൻ കുറച്ചെങ്കിലും സമയം നമുക്കും മാറ്റിവെക്കാം. ലോകകപ്പ് ഫുട്ബോളിന്റെ ലഹരിയിലാണ് നമ്മൾ എല്ലാവരും തന്നെ. ഓരോ കളികളും എത്രയെത്ര സുന്ദരമായ മുഹൂർത്തങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ബ്രസീൽ ജപ്പാൻ കളി എല്ലാവരും കണ്ടു കാണും. സുന്ദരമായ പോരാട്ടം. ഇരു ടീമുകളും ജയത്തിൽ കുറഞ്ഞൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. അത്രയ്ക്ക് നല്ല ഒരു പോരാട്ടമായിരുന്നു. പക്ഷേ എനിക്കേറെ ഇഷ്ടപ്പെട്ടത് മത്സരശേഷം പരാജയപ്പെട്ട ജപ്പാൻ ദുഃഖത്താൽ മൈതാനത്ത് ഇങ്ങനെ ജപ്പാൻ കളിക്കാര് സങ്കടപ്പെട്ട് ഇരിക്കുന്ന സമയം ബ്രസീൽ കായിക താരങ്ങൾ വന്ന് ചേർത്ത് പിടിക്കുന്നുണ്ട്, ആശ്വസിപ്പിക്കുന്നുണ്ട്. അവിടെ കൊണ്ട് തീരുന്നില്ല നന്മയുടെ പാഠങ്ങൾ. തുടർന്ന് ജപ്പാന്റെ കോച്ചും കളിക്കാരും അവർക്ക് വേണ്ടി ആരവം മുഴക്കിയിരുന്ന, അവരിൽ പ്രതീക്ഷയർപ്പിച്ചിരുന്ന, അവരെ ചേർത്ത് പിടിച്ചിരുന്ന ആ കായിക പ്രേമികളോട്, ആരാധകരോട് ശിരസ് കുനിച്ച് മാപ്പ് പറയുന്നുണ്ട്. പക്ഷേ അതിന് സ്റ്റേഡിയത്തിൽ നിന്നും തിരികെ ലഭിച്ചത് മനം നിറയെ ആസ്വദിക്കാൻ, ആഘോഷിക്കാനുള്ള കയ്യടിയും സ്നേഹവുമായിരുന്നു. ലോകത്തിന് മുഴുവൻ ജപ്പാൻ ആരാധകരെ കാണിച്ചു കൊടുത്ത മറ്റൊരു സന്ദേശം കൂടിയുണ്ട്. അവർ മത്സരം കണ്ടു കഴിഞ്ഞതിന് ശേഷം അവർ ഇഴിഞ്ഞിരുന്ന സ്ഥലത്തെ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകളും മറ്റ് അവശിഷ്ടങ്ങളുമൊക്കെ അവർ പെറുക്കി ആ സ്റ്റേഡിയം വൃത്തിയാക്കി കാണിച്ചു കൊടുത്തു. ലോകത്തിന് കാണിച്ചു കൊടുത്ത വലിയ സന്ദേശം അത് തന്നെയാണ്. നമ്മളായിരിക്കുന്ന ഇടം എത്ര സുന്ദരമായിരിക്കണം എന്നുള്ള കാഴ്ച. തോൽവിയിലും തളരാതെ, തകർന്നു പോകാതെ പിടിച്ചു നിന്നതാ ഇനിയും ഞങ്ങൾ കടന്നു വരും, ഏഷ്യൻ രാജ്യങ്ങളുടെ അഭിമാനം കാക്കുവാനായിട്ട് ഞങ്ങളുണ്ട് ഇവിടെ എന്നുള്ളൊരു തീരുമാനത്തോടെ കടന്നു വരുന്ന ജപ്പാൻ ടീമിനും അവരുടെ കൂട്ടായ്മയ്ക്കും മനസ്സ് നിറയെ സ്നേഹത്തോടെ അഭിനന്ദനം അറിയിക്കുകയാണ്. അവരിത് കേൾക്കില്ല, കാണില്ല. പക്ഷെ അവർ നൽകുന്ന സന്ദേശം, അവർ നമുക്ക് മുന്നിൽ കാണിച്ചു നിന്ന ആ വലിയ മാതൃക ചേർത്ത് വയ്ക്കാവുന്നതേയുള്ളൂ. അവർ അവരുടെ ആരാധകർക്ക് മുന്നിൽ അവരുടെ തെറ്റ് ഏറ്റുപറയുന്നു. തെറ്റല്ല, തോറ്റുപോയി എന്നുള്ളത് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു കാര്യമാണ്
എന്നുള്ള രീതിയിൽ അവർ മാപ്പ് ചോദിക്കുന്നുണ്ട്. ഒപ്പം അമിതമായി അതിനെ ചേർത്ത് വയ്ക്കാതെ, ആ പരാജയത്തെ ഏറ്റെടുക്കാതെ അവർ ആയിരുന്ന ഇടവും സുന്ദരമാക്കി മാറ്റുന്നുണ്ട്. മാതൃകയാണ് ജപ്പാൻ. നേരുന്നു ശുഭദിനം.